ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. രാവിലത്തെ ഒരു ചായ എന്ന് പറയുന്നത് ഉന്മേഷമാണ്. ഉന്മേഷം തരുന്ന ആ ചായയോടൊപ്പം അറിവിൻ്റെ ഒരു ചായയും കൂടെ നമുക്ക് ഇപ്പോൾ കുടിക്കാം. നോക്കാം. ഒരു ചോദ്യം. പ്രീവിയസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയുടെ പേരാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഒന്നാമത്തത് മാൾവ പീഠഭൂമി. ശരിയല്ല, ആൻസർ തെറ്റാണ്. രണ്ടാമത്തത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. തെറ്റാണ്. മൂന്നാമത്തത് ആരവല്ലി. തെറ്റാണ്, ഒരു പർവ്വതമാണത്. ഡക്കാൻ പീഠഭൂമി. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ശരിയല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ഡക്കാൻ പീഠഭൂമിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ അത് ലഡാക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയും ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയും ഏതെന്ന് ചോദിച്ചാൽ അത് വയനാട് പീഠഭൂമിയാണ്. ഇനി നോക്കാം. ഡക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. അവിടെ യഥാർത്ഥത്തിൽ ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ഒരു വിഭാഗമുണ്ട്. ഏതൊക്കെ? ഉത്തര പർവ്വത മേഖലയ്ക്ക് തൊട്ട് താഴെ കിടക്കുന്ന ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഏതാണ്ട് ഇതാ ഇങ്ങനെ ഇത്രയും വരും അല്ലെ. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഉപദ്വീപീയ പീഠഭൂമി ഇത്രയുമാണ് ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമി, ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഭാഗമാണ് ഏതാ? നമ്മുടെ ഡക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെ ഒരു നദി രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, നർമ്മദാ നദി. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിക്കുന്ന നദിയുടെ പേരാണ് നർമ്മദ. അപ്പം നർമ്മദാ നദി ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഡക്കാൻ പീഠഭൂമി എന്നാണ് ഒരു ഭാഗം, ഡക്കാൻ പീഠഭൂമി. പിന്നെ വടക്കൻ ഈസ്റ്റേൺ രണ്ടാമത്തെ ഭാഗം ഇതാണ്, ഹൈലാൻഡ്സ് എന്ന് പറയും, നോർത്തേൺ ഹൈലാൻഡ്സ്. അപ്പൊ ഈ ഭാഗം ഇത്രയും വരുന്ന ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതാ? ഡക്കാൻ പീഠഭൂമി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്ട് എങ്ങനത്തെ ആകൃതിയാണ്? ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്, ത്രികോണാകൃതിയാണ്. അപ്പോ ഡക്കാൻ പീഠഭൂമി ത്രികോണാകൃതി. അപ്പൊ ത്രികോണാകൃതിയിലുള്ള ലോകത്തിലെ ഒരേ ഒരു പീഠഭൂമിയേ ഉള്ളൂ, അത് നമ്മുടെ ഡക്കാൻ പീഠഭൂമിയാണ്. ഇനി ത്രികോണാകൃതിയിലുള്ള ലോകത്തിലെ ഒരേ ഒരു സമുദ്രമേ ഉള്ളൂ, പസഫിക് സമുദ്രമാണ്. ത്രികോണാകൃതിയിലെ ഒരേ ഒരു ഡെസർട്ട് ഉണ്ട്, ആ ഡെസർട്ടിന്റെ പേര് നെഗേവ് എന്നാണ്. ഒന്നുകൂടെ, ഇതെല്ലാം ത്രികോണവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. ത്രികോണാകൃതിയിലുള്ള ലോകത്തിലെ ഒരേ ഒരു പീഠഭൂമി ഡക്കാൻ. ത്രികോണാകൃതിയിലുള്ള ലോകത്തിലെ ഒരേ ഒരു സമുദ്രം പസഫിക്. ത്രികോണാകൃതിയിലുള്ള ലോകത്തിലെ ഒരേ ഒരു മരുഭൂമി ഡെസർട്ട് നെഗേവ്, അത് ഇസ്രായേലിലാണ്. എന്നാൽ ലോകത്തിലെ എല്ലാ നദീ ഡെൽറ്റകളും ത്രികോണാകൃതിയായിരിക്കും. അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷെ നദീ ഡെൽറ്റകൾ, ഏത് നദീ ഡെൽറ്റ ആയിക്കോട്ടെ, അത് ത്രികോണാകൃതിയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഇതാ ഒരു നദി ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇതാണ് സമുദ്രത്തിലാണ് ആ നദി വന്ന് പതിക്കേണ്ടത്. ഈ സമുദ്രത്തിൽ വന്ന് പതിക്കണം. അപ്പൊ ഈ നദി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിൻ്റെ വരുന്ന വഴിക്ക് എന്തെല്ലാമാണോ അതിൻ്റെ കയ്യിൽ കിട്ടിയത് അത് കയ്യിൽ പിടിച്ചോളും അല്ലേ. ഇനി സമുദ്രത്തിൽ പതിക്കുന്നതിന് മുൻപായിട്ട് അതിന് ഒഴുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ നദി എന്ത് ചെയ്യുന്നറിയാമോ? അത് കൊണ്ടുവന്ന അവസാദങ്ങളെല്ലാം
ഏതാണ്ട് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. അപ്പോൾ സമുദ്രത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട്, പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഈ നദി കൊണ്ടുവന്ന കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കരയിൽ ഉപേക്ഷിക്കുന്നു, പിന്നെ സമുദ്രത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഈ രീതിയിലാണ് നദീ ഡെൽറ്റകളെല്ലാം ഫോം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലോകത്തിലെ ഏത് നദീ ഡെൽറ്റ എടുത്ത് നോക്കിയോ, ആ നദീ ഡെൽറ്റകളെല്ലാം എന്ത് ആകൃതിയാണ്? ത്രികോണ ആകൃതിയായിരിക്കും എല്ലാ നദീ ഡെൽറ്റകളും. പക്ഷേ സംഭവിച്ചു പോയതാണ് ഡക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഒരേ ഒരു പീഠഭൂമിക്ക് മാത്രമേ ത്രികോണാകൃതിയുള്ളൂ, അത് ഡക്കാൻ പീഠഭൂമി. ലോകത്തിലൊരു സമുദ്രത്തിന് ഏതാണ്ട് ത്രികോണാകൃതിയുണ്ട്, അത് ഏതാണ്? പസഫിക് ആണ്. ലോകത്തിലെ ഒരു മരുഭൂമിക്ക് ത്രികോണാകൃതിയുണ്ട്, അത് ഏതാണ്? ഇസ്രായേൽ എന്ന രാജ്യത്തിലുള്ള നെഗേവ് എന്ന മരുഭൂമിക്കാണ് ത്രികോണ ആകൃതി ഉള്ളത്. മനസ്സിലായി കാണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ചോദിച്ചാൽ ഡക്കാൻ പീഠഭൂമിയാണ്. ഉയരം കൂടിയല്ല, വലുത്. ഉയരം കൂടിയ പീഠഭൂമി ഏത് ചോദിച്ചാൽ അത് ലഡാക്ക് പീഠഭൂമിയാണ്. ഇനി നമുക്ക് ഈ ഡക്കാൻ പീഠഭൂമിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നോക്കൂ, ഇത് ഈ കാണുന്നതൊരു പർവ്വത നിരയാണ്. ഡക്കാൻ പീഠഭൂമിയുടെ അതിർത്തിയാണ് പറയുന്നത്. ഇതിന് നമുക്ക് പശ്ചിമഘട്ടം എന്ന് പറയാം. ഇവിടെ ഈ പർവ്വത നിരയെ നമുക്ക് പൂർവ്വഘട്ടം എന്ന് പറയാം. അപ്പോൾ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വത പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്, ഈ മേഖല നമ്മുടെ മഹാരാഷ്ട്ര, പിന്നെ ആന്ധ്രാപ്രദേശ്, കർണാടകത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ, പിന്നെ നമ്മുടെ ഗുജറാത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്, അല്ലേ? കറുത്ത മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ എന്ത് കൃഷിയാണ്? കോട്ടൺ കൃഷിയാണ്, അല്ലെ? പരുത്തി കൃഷിയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണാണ്. എങ്ങനെയാണ് ഈ മേഖലയിൽ ഡക്കാൻ പ്രദേശത്ത്, ഡക്കാൻ ട്രാപ്പ് മേഖല എന്നൊക്കെ പറയും, ഡക്കാൻ ട്രാപ്പ് മേഖലയിൽ ഈ കറുത്ത മണ്ണ് വന്നു എന്ന് ചോദിച്ചാൽ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡക്കാൻ പ്രദേശത്ത് നിരവധി പർവ്വതങ്ങളുണ്ടായിരുന്നു. അത് അഗ്നിപർവ്വതങ്ങളാണ്. ഈ അഗ്നിപർവ്വതങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടി ഒഴുകി അത് തണുത്തുറഞ്ഞാണ് ഈ കറുത്ത മണ്ണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ 10,000 വർഷങ്ങൾക്ക് മുമ്പോ അല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ നിരവധി അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്നു, വോൾക്കാനോസ് ഉണ്ടായിരുന്നു. അവ പൊട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ലാവയായി പരന്നൊഴുകി ഇവിടെ കറുത്ത മണ്ണായി മാറുന്നത്. അങ്ങനെ ഈ മേഖലയൊക്കെ എന്ത് ആവുന്നു? നമ്മുടെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായിട്ട് മാറുകയും ചെയ്തു. ക്ലിയർ? അതുകൊണ്ടാണ് ഒരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ചോദിച്ചാൽ നമ്മുടെ ഡക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി അത് ഡക്കാൻ പീഠഭൂമി അല്ല, അല്ലെ? അതങ്ങ് ഹിമാലയത്തിൽ കിടക്കുകയാണ്, ലഡാക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി വയനാട് പീഠഭൂമി. വയനാട് പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് നമ്മുടെ വയനാട് പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. ഇനി നോക്കൂ, മാൾവാ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? മാൾവാ പീഠഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇവിടെ ഒരു ഹൈലാൻഡ്സ് ആണ്, ഈ മേഖല ഹൈലാൻഡ്സ് ആണ്, അല്ലെ? ഈ ഹൈലാൻഡ്സിൽ വരുന്ന ഒരു മേഖലയാണ് ഏത്? നമ്മുടെ മാൾവാ പീഠഭൂമി എന്ന് പറയുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഏറ്റവും കൂടുതൽ മാൾവാ പീഠഭൂമി വ്യാപിച്ച് കിടക്കുന്നത് മധ്യപ്രദേശിലാണ്. കുറച്ച് ഭാഗം രാജസ്ഥാനിലുണ്ട്, പിന്നെ ഛത്തീസ്ഗഡിലുണ്ട്. ഏറ്റവും കൂടുതൽ മാൾവാ പീഠഭൂമി നമ്മുടെ ഛത്തീസ്ഗഡിലാണ്.
അത് ഏതാണ്ട് നമ്മുടെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയുണ്ടല്ലോ ഇന്ത്യയിലെ, ആരവല്ലി പർവ്വതനിരയുടെ ആ ഭാഗത്ത് കിടക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നത് മധ്യപ്രദേശാണ്, മറക്കരുത്. മാൾവ പീഠഭൂമി. ഇനി അടുത്ത് നോക്കൂ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പറ്റി എന്താ പറയുന്നത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ജാർഖണ്ഡ് ഉണ്ടല്ലോ, ബീഹാറിനെ ഡിവൈഡ് ചെയ്ത സംസ്ഥാനം ജാർഖണ്ഡിലാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നത്. കൂടാതെ ബീഹാറിൽ കുറച്ച് ഭാഗമുണ്ട്, പശ്ചിമ ബംഗാളിൽ കുറച്ച് ഭാഗമുണ്ട്, ഒഡീഷയിലുമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി നമ്മുടെ എവിടെയാണ്? ജാർഖണ്ഡിലാണ്, ബീഹാറിനെ ഡിവൈഡ് ചെയ്ത സംസ്ഥാനം അല്ലെ. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളുണ്ട്. ഒന്ന് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഒരു നദി, ബംഗാളിന്റെ ദുഃഖം, ദാമോദർ അല്ലെ. ദാമോദർ നദി ഒഴുകുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. സുവർണരേഖ എന്നൊരു നദിയുണ്ട്, സുവർണരേഖ. ഈ സുവർണരേഖ നദി ഒഴുകുന്നതും ഛോട്ടാ നാഗ്പൂരിലൂടെയാണ്. ഈ ഛോട്ടാ നാഗ്പൂരിന് വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ. ധാതു കലവറയുമായി ബന്ധപ്പെട്ട ഒരു 3 ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് ഛോട്ടാ നാഗ്പൂരാണ്. 3 ചോദ്യവും തിരിഞ്ഞു പോണ്ട. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം, ഉപദ്വീപീയ പീഠഭൂമി. കാരണം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണല്ലോ ഛോട്ടാ നാഗ്പൂര്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ക്ലിയർ ആണ് അല്ലെ. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലമാണ്. അത് ധാന്യക്കലവറ, ഇത് ധാതു കലവറ. തിരിഞ്ഞു പോണ്ട. അപ്പൊ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം, ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമി. ക്ലിയർ? അപ്പൊ അത്രയായി. അപ്പൊ ഛോട്ടാ നാഗ്പൂരുമായി. ഇനി നോക്കൂ, ആരവല്ലിയെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? ആരവല്ലി 4 ഓപ്ഷൻ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ആരവല്ലി ഏതാണ്ട് ഇവിടെ കണ്ടോ, നമ്മുടെ ഗുജറാത്തിൽ തുടങ്ങി രാജസ്ഥാനിലൂടെ ഹരിയാനയിലൂടെ ഡൽഹി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ആരവല്ലി പർവ്വതനിര. എവിടെയൊക്കെ? ഗുജറാത്തിൽ തുടങ്ങി ഡൽഹി വരെ വ്യാപിച്ച് കിടക്കുന്നു. ആരവല്ലിയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. വ്യാപിച്ച് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്തില്, രാജസ്ഥാനില്, ഹരിയാനയില്, ഡൽഹി വരെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് സംശയം വരാം, ഡൽഹിയിൽ പർവ്വതമുണ്ടോ? ഡൽഹി കംപ്ലീറ്റ് സിറ്റി അല്ലേ, ഡൽഹിയിൽ പർവ്വതമുണ്ടോ? ഉണ്ട്. ഏതാണത്? ഈ ആരവല്ലി പർവ്വതം ഡൽഹി വരെ പോകുന്നുണ്ട്. പക്ഷെ ഡൽഹിയിൽ ആരവല്ലി അറിയപ്പെടുന്നത് ആരവല്ലി എന്നല്ല, റെയ്സീന കുന്ന് എന്നാണ്. അപ്പോൾ ആരവല്ലി പർവ്വതം ഡൽഹിയിൽ അറിയപ്പെടുന്ന പേര് റെയ്സീന കുന്ന് എന്നാണ്. റെയ്സീന കുന്ന്. ആരവല്ലി പർവ്വതം ഡൽഹിയിൽ അറിയപ്പെടുന്ന പേര് റെയ്സീന കുന്ന് എന്നാണ്. മറക്കണ്ട, റെയ്സീന കുന്ന്, ആരവല്ലി പർവ്വതം അറിയപ്പെടുന്നു. ഈ റെയ്സീന കുന്നിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താ റെയ്സീന കുന്നിന്റെ പ്രത്യേകത? അതായത് രാഷ്ട്രപതി ഭവൻ നിർമ്മിച്ചിരിക്കുന്നത് റെയ്സീന കുന്നിലാണ്. അപ്പൊ പരീക്ഷയ്ക്കല്ലപ്പോൾ ചോദിക്കുക, റെയ്സീന കുന്നൊന്നും ഓപ്ഷൻ വരില്ല. രാഷ്ട്രപതി ഭവൻ നിർമ്മിച്ചിരിക്കുന്ന പർവ്വതം ഏത് എന്ന് ചോദിച്ചാൽ ഹിമാലയം, ആരവല്ലി, വിന്ധ്യ, സാത്പുര. അവിടെ റെയ്സീന കുന്നൊന്നും ഓപ്ഷനേ ഇല്ല, പകരം ആരവല്ലി. കാരണം ആരവല്ലിയുടെ ഭാഗമാണ് ഡൽഹിയിലെ റെയ്സീന കുന്ന്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, ഈ ആരവല്ലി പർവ്വതം ഏറ്റവും പഴക്കം ചെന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് മൗണ്ട് ഗുരു ശിഖർ എന്നാണ്. എന്താണ്? മൗണ്ട് ഗുരു ശിഖർ. ഒന്നുകൂടെ, ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ
കൊടുമുടിയുടെ പേര് മൗണ്ട് ഗുരുശിഖർ എന്നാണ്. അത്ര ഹൈറ്റ് ഒന്നുമല്ല, എന്നാലും ആരവല്ലിയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയാം. ഈ ആരവല്ലി പർവ്വതത്തിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, സുഖവാസ കേന്ദ്രം. അതിൻ്റെ പേര് മൗണ്ട് അബു എന്നാണ്. ആരവല്ലിയിലെ വളരെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷന്റെ പേരെന്താണ്? മൗണ്ട് അബു. ഈ മൗണ്ട് അബുവിലാണ് ജൈനമതക്കാരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, ദിൽവാര ക്ഷേത്രം. അപ്പോൾ മൗണ്ട് അബുവിലെ ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ദിൽവാര ക്ഷേത്രം. അപ്പോൾ ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണ്. മൗണ്ട് അബു എന്ന് പറയുന്നത് ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ്. ആരവല്ലിയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്, ഗുരുശിഖർ. ഇനി ഈ ആരവല്ലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്. ആരവല്ലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ലൂണി നദിയാണ്. അപ്പോൾ ആരവല്ലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയുടെ പേര് ലൂണിയാണ്, മറക്കണ്ട, ലൂണി നദി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. അതുമായി കണക്ട് ചെയ്ത് നമ്മൾ ഡക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂര്, ആരവല്ലി, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓക്കെ, അടുത്ത് നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ ഓക്കെ, താങ്ക് യു.